ഡിസോർഡേഴ്സിൽ പോലും ഒരു മെന്റൽ ഹെൽത്ത് എലമെന്റ് ഉണ്ട് അവിടെ അല്ലെ. ആ ഡിസോർഡർ റിക്കവർ ചെയ്ത് വരുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ ഡിപ്രഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഡയഗ്നോസിബിൾ ആയിട്ടുള്ള ഒത്തിരി മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരാൾക്ക് റെസിലിയൻസ്, അങ്ങനെ ഒത്തിരി പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ ഹി ക്യാൻ കം ബാക്ക് ടു ഹിസ് മെന്റൽ ഹെൽത്ത്. സോ ഇറ്റ്സ് ഓൾവേസ് എ സ്പെക്ട്രം കൺസെപ്റ്റ്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടെ ലെവൽ ഓഫ് മെന്റൽ ഹെൽത്ത് വിത്ത് ദെയർ ഓൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനറ്റിക് വൾണറബിലിറ്റി. പലപ്പോഴും ഫാമിലിയിലൊക്കെ ഒരു മെന്റൽ ഇൽനെസ്, ഈ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടോ? പലപ്പോഴും ഔട്ട്സൈഡ് ഈ സൈക്യാട്രിക് വേൾഡിൽ ഈ മെന്റൽ ഇൽനെസ് തന്നെ ഒരു പ്രശ്നമാണ്, സ്റ്റിഗ്മയാണ്. ഓക്കെ, ഐ വിൽ കോൾ ഒരു സൈക്യാട്രിക് ഡിസോർഡർ, ഒരു ഫാൻസി ടേം. സോ ഫോർ ദാറ്റ് മാറ്റർ, ഈസ് അഡിക്ഷൻ എ സൈക്യാട്രിക് ഡിസോർഡർ? പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒ പിയിലൊക്കെ വരുമ്പോഴത്തേക്കും പാരന്റ്സ്, സാർ നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ബിഹേവിയറൽ അഡിക്ഷൻ പെർവ്യൂവിൽ വരുന്നതാണ്, മൊബൈൽ അഡിക്ഷൻ ആണ്, ഇൻസ്റ്റാഗ്രാമിലെ ഇയാളെയാണ് ഇവൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത്, ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ? The answer, being a mental health professional, is unfortunately there is no single cure which can deal with a kind of behavioral addiction. മറ്റ് അഡിക്റ്റീവ് ഡിസോർഡേഴ്സ് ഡീൽ ചെയ്യുന്ന പോലെ ഇപ്പൊ നിക്കോട്ടിൻ അഡിക്ഷൻ, നമ്മുടെ MDMA, LSD, ആൽക്കഹോൾ, ഇതിനൊക്കെ കുറെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ടെങ്കിലും ബിഹേവിയറൽ അഡിക്ഷൻസിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ: ചാനലൈസ് ദ ഡോപ്പമിൻ. So can you please move the slide?